കോഴിക്കോട് വടകര MDMA കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാൻ സാധ്യത. സാധാരണ ലഹരി കേസിനപ്പുറം അധ്യാപികമാരെ രംഗത്തിറക്കിയുള്ള ലഹരിമരുന്ന് വിൽപ്പനയ്ക്ക് പിന്നിൽ വലിയൊരു ശൃംഖലയുണ്ടെന്ന സംശയത്തിലാണ് പോലീസ്. 2 അധ്യാപികമാർക്ക് പുറമെ ഇന്നലെ മറ്റൊരു അധ്യാപികയും ഇരിട്ടി സ്വദേശിയുമായ യുവാവുമാണ് അറസ്റ്റിലായത്. കേസുമായി ബന്ധപ്പെട്ട് കണ്ണൂർ റേഞ്ച് DIGയും കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവിയും ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. വിശദാംശങ്ങളുമായി രേഷ്മ ചേരുകയാണ്. രേഷ്മ, ഈ സൂചിപ്പിച്ചതുപോലെ അധ്യാപകർ എപ്പോഴും മാതൃകയാകേണ്ട ആളുകളാണ്. വളരെ ഞെട്ടിക്കുന്ന വാർത്തയാണ് കോഴിക്കോട് നിന്നും ഇന്നലെ വന്നത്. എന്തായാലും ഇതിന്റെ മറ്റു വിശദാംശങ്ങൾ എന്താണ്? കൂടുതൽ അറസ്റ്റിനും സാധ്യതയുണ്ട് അല്ലേ? തീർച്ചയായും ഐശ്വര്യ, കൂടുതൽ അധ്യാപകർ ഇതിൽപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു സൂചനയാണ് നിലവിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ നമുക്ക് നൽകിയിരിക്കുന്നത്. 7ലേറെ അധ്യാപകർ ഉണ്ടാകുമെന്നുള്ളൊരു സൂചന നേരത്തെ ഉണ്ടായിരുന്നു. ഇതിനിടെയാണ് ഈ 3 അധ്യാപകർമാർ പിടിയിലായിരിക്കുന്നത്. ഇവരോടൊപ്പം ഇന്നലെ തന്നെ ഒരു ഡെലിവറി ബോയും കൂടിയാണ് പിടിയിലായിരിക്കുന്നത്. ജിജിൻ കുര്യാക്കോസ് എന്ന ഇരിട്ടി സ്വദേശിയാണ് ഏറ്റവും ഒടുവിലായി പിടിയിലായിരിക്കുന്നത്. ഈ ജിജിന്റെ ഇടപാടുകൾ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളാണ് ഏറ്റവും ഒടുവിലായി പോലീസ് നമുക്ക് കൈവിട്ടിരിക്കുന്നത്. ജിജിന്റെ അക്കൗണ്ടിൽ മാത്രം 1 കോടിയിലേറെ രൂപയുടെ ഇടപാട് നടന്നു എന്നുള്ള ഒരു സൂചനകളാണ് ഇന്നലെ അന്വേഷണ സംഘം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഏറ്റവും അവസാനം പിടിയിലായിരുന്നത് നീഷ്മയാണ്. കുട്ടോത്ത് സ്വദേശിനി നീഷ്മയാണ്. BRCയിൽ തന്നെ എഡ്യൂക്കേറ്ററായ നീഷ്മയും ഈ കീർത്തനയ്ക്കും കാവ്യയ്ക്കുമൊപ്പം ലഹരി ഇടപാട് നടത്തുകയും ഈ പണം അക്കൗണ്ടിൽ സൂക്ഷിക്കുകയും ചെയ്തുവെന്ന കണ്ടെത്തലാണ് പോലീസ് നടത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇതിനു മുന്നേ തന്നെ സംശയിക്കുന്ന അധ്യാപകരെ കൂടി ഈ ഒരു അന്വേഷണ പരിധിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘം, SIT സംഘം. ഇതോടനുബന്ധിച്ച് കണ്ണൂർ റേഞ്ച് DIGയും ഒപ്പം തന്നെ റൂറൽ SPയും ഇന്ന് വടകര പുതുപ്പണത്ത് മാധ്യമങ്ങളെ കാണും. ഇതോടനുബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കൈമാറുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, അധ്യാപികമാർ എപ്പോഴും നമുക്ക് മാതൃകയാവേണ്ടവരാണ്. ഇവരിൽ നിന്നാണ് ഇത്തരം ഒരു സമീപനം ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു കേസിൽ ആദ്യം പിടിയിലായത് വടകര സ്വദേശിയായ സഫ്വാനാണ്. ഇതിന് പിന്നാലെയാണ് കീർത്തനയിലേക്ക് അന്വേഷണം എത്തിയിരിക്കുന്നത്. കീർത്തനയുടെ സുഹൃത്തായ കാവ്യയിലേക്കും ഒടുവിൽ നീഷ്മയിലേക്കും ഈ അന്വേഷണം എത്തുകയും ഇവരുടെ അക്കൗണ്ട് കേന്ദ്രീകരിച്ച് വൻ പണമിടപാട് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ഈ 3 പേരും സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിച്ചിരുന്നതായി ഇന്നലെ SIT അന്വേഷണ സംഘം കണ്ടെത്തി നമ്മളോട് അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ 3 പേരും ആദ്യം ഈ MDMA ഉപയോഗിക്കുകയും പിന്നീട് ഇവർ മാംഗ്ലൂർ കേന്ദ്രീകരിച്ച് ഈ MDMA ലഹരി ശൃംഖലയുമായി ബന്ധപ്പെടുകയും ഇവരെ തന്നെ പണമിടപാടും ഈ വിൽപ്പനയ്ക്കുമായി ഇവരെ സമീപിക്കുകയായിരുന്നു എന്നുള്ള വിവരവും കൈമാറിയിട്ടുണ്ട്. പിന്നീടാണ് ഇവർ ഈ കച്ചവടത്തിലേക്ക് എത്തുന്നത്. ഇവരുടെ അക്കൗണ്ടിലേക്ക് ഈ ഏറ്റവും ഒടുവിൽ പിടിയിലായ നീഷ്മയുടെ അക്കൗണ്ടിലേക്കും 16,000 രൂപ വരെ എത്തിയിരുന്നു എന്നൊരു കണക്കാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിനിടയിൽ കീർത്തനയുടെ ഒരു 15 ലക്ഷത്തോളം ഇടപാട് നടന്നുവെന്നും ഒപ്പം തന്നെ കാവ്യയുടെ ബാങ്ക് അക്കൗണ്ടിൽ 5 മാസത്തിനിടെ 5 ലക്ഷത്തോളം രൂപയുടെ ഇടപാട് നടത്തിയെന്നൊരു കണ്ടെത്തലുണ്ട്. ഇവരെല്ലാം ലഹരി ഉപയോഗിച്ചിരുന്നുവെന്നും ഈ പണമിടപാട് നടത്തിയെന്നുള്ള കണ്ടെത്തലാണ് എത്തിയിരിക്കുന്നത്. ഇനി കണ്ടെത്താനുള്ളത് കുട്ടികളെ ഇവർ ദുരുപയോഗം ചെയ്തോ എന്നൊരു കാര്യത്തിൽ സംശയമുണ്ട്. ഇതും കൂടി അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ഒപ്പം തന്നെ ഇതിനു മുമ്പ് പേരാമ്പ്ര, ഈ കുറ്റ്യാടി മേഖലയിൽ തന്നെ ഈ ലഹരി ശൃംഖലയുമായി ബന്ധപ്പെട്ട ആളുകളിലേക്കും ഈ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. കൂടുതൽ അധ്യാപികമാർ ഇതിൽ ഉണ്ടോ എന്നുള്ള ഒരു സംശയമാണ് അന്വേഷണ സംഘം ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്.